ഹസ്ബൻഡ് ഭയങ്കര ലവ്ലിയാ. ഇതിനെന്ത് വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ പറയുന്നതിന്? പ്രേമിമേല അവളൊരു പാസം ലവ്. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചീസ് ബോൾസ് വിത്ത് സ്ട്രോബെറി ജാമാണ്. എടാ ചീസ് എന്ന് വെച്ചാൽ വെണ്ണയാ. അവനക്ക് ആദ്യം മറിയാതെ പഠിപ്പിക്കും. ഒരു സൈഡ് കൊണ്ട് വാ പൊത്തി പിടിച്ച് ആക്രമിച്ചു പിടിച്ചിരിക്കുക. കുട്ടികളെ പറ്റി പറയാനും കുട്ടികളോടൊത്ത് സമയം ചെലവഴിക്കാനും ഒട്ടും ഇവിടെ സമയം തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. എനിക്കറിയാം നിങ്ങൾ എന്നും കാത്തിരിക്കുന്നത് പുതിയ പുതിയ വിഭവങ്ങളെക്കുറിച്ച് അറിയാനും പുതിയ പുതിയ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാനും കാത്തിരിക്കുകയാണെന്ന് അറിയാം. ഞാൻ ഓരോരുത്തരെയായിട്ട് വെൽക്കം ചെയ്യാണ്. അജയേട്ടാ സ്വാഗതം. സ്വാഗതം. താങ്ക് യു. അജയേട്ടൻ വന്നു കഴിഞ്ഞു. അടുത്തതായി ഞാൻ എൻ്റെ മെൻഡേഴ്സിനെ സ്വാഗതം ചെയ്യാണ്. നിങ്ങൾ കാത്തിരിക്കുകയാണെന്നറിയാം. മെൻഡേഴ്സ് സ്വാഗതം. കുട്ടീസ് ഈ ഒരു ആവേശം, ഈ ഒരു സന്തോഷം, ഇത് എന്നും ഇതുപോലെ നമ്മളുടെ കാതുകളിൽ കേൾക്കാൻ നിങ്ങളും കാത്തിരിക്കുകയാണ്, ഞങ്ങളും കാത്തിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. എൻജോയ്. തീർച്ചയായും. യെസ്. റൂപ്സ് വെൽക്കം. ഇത് മാത്രം പോരല്ലോ. പ്രേമി, അവിടെ എന്താണ് ഒരു സ്പെഷ്യൽ ഒരു ഹഗ്ഗൊക്കെ? സ്നേഹം അതെന്താണ്? അതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ആദ്യം തന്നെ. അതിന്റെ പിന്നിലുള്ള രഹസ്യം തമിഴിൽ പറഞ്ഞുതരും. അമ്മ சொல்லுங்க, എന്നാ அதுக்கு പിന്നിലുള്ള രഹസ്യം? சொல்லுங்க. പ്രേമിമേല അവളൊരു പാസം ലവ്. കാതൽ. കാതൽ ഇതെല്ലാം இருக்கு. ஆமா நிறைய இருக்கு. എങ്കിയോ പോച്ച്, എങ്കിയോ പോച്ച്. അതാണ്. ആര് ചേച്ചിയാണോ? ഞാൻ സാധാരണ ചന്ദനമഴയില് ഭയങ്കര ഗൗരവമുള്ള ഒരു ക്യാരക്ടറല്ലേ ചെയ്യുന്നേ. ആ ചേട്ടൻ കണ്ടിട്ടില്ലേ? പിന്നെ വളരെ എനിക്ക് ഭയങ്കര പവർഫുൾ ക്യാരക്ടറാണ്. പക്ഷേ ഇവിടെ വന്നപ്പോ അവരൊക്കെ ചോർന്നു പോയി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ബാറ്ററി ഊരി വരും. റീൻ ചേച്ചിയൊക്കെ ഇവിടെ എന്താ പറയാ നിവൃത്തിയില്ലാണ്ട് ഇരിക്കുക. നിവൃത്തിയില്ലാതിരിക്കുക മാത്രമല്ല, ഒരു സൈഡ് കൊണ്ട് വാ പൊത്തി പിടിച്ച് ആക്രമിച്ചു പിടിച്ചിരിക്കുക. അയ്യോ മുടി, അയ്യോ ഉടുപ്പ് അതൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കരയണ കാണാം. അല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആർട്ടിസ്റ്റുകളും, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ മിക്കവാറും മേക്കപ്പ് അതുപോലെ തന്നെ ഹെയർ ഇതെല്ലാം ഒരുപാട് പണിപ്പെട്ടിട്ടാണ് റെഡിയാക്കി ഇവിടെ കൊണ്ടുവരുന്നത്. ഇവിടെ വന്നിരുന്ന് ഇവരുമായിട്ട് 2 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം പോയി മുടിയെല്ലാം കറണ്ടടിച്ച് വന്നിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇവരുമായിട്ട്? ഇല്ല, അവിടെ ഇരുന്ന എല്ലാ എക്സ്പീരിയൻസ് എല്ലാ ആർട്ടിസ്റ്റും കിട്ടും. അവിടെ இருந்தா പിന്നെ പിള്ളേർ പിന്നാടി ഇപ്പടി ഇപ്പടി എല്ലാം എല്ലാം. ചേച്ചി മലയാളം പറയുന്ന കേട്ടപ്പോൾ ഞാൻ ആദ്യം അഭിനയിച്ച സിനിമ, തമിഴ് സിനിമയുടെ കാര്യവും അതുപോലെ തന്നെ ഇതുപോലൊരു ചാനൽ പ്രോഗ്രാമിന് ഞാൻ പോയിരുന്നിട്ട് ഇതുപോലെ തമിഴ് തുഴഞ്ഞു പോയ അല്ലല്ല. അതുകൊണ്ട് എനിക്ക് ഉങ്ങളുടെ ഇതറിയാം, ടെൻഷൻ എന്താണെന്നറിയാം. പക്ഷേ അതിന്റെ ഇവിടെ നമ്മുടെ മെൻഡേഴ്സ് എല്ലാവരും തമിഴ് പഠിച്ചു. പക്ഷെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ, ഒരു സീരിയല് ഒരുപാട് കാലം അല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിന്റെ ട്രാക്കിലേക്ക് വരും. അതെ. ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ മലയാളികളൊക്കെ തന്നെ രൂപശ്രീ എന്ന ഈ കലാകാരിയെ നമ്മുടെ കൂടത്തിലാക്കിയിരിക്കുക. നമ്മളിൽ ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലാതെ പുറത്തുനിന്ന് വരുന്നുള്ള ഇത് വരുന്നില്ല. ഒരുപക്ഷെ ഇപ്പൊ ഈ ഫ്ലോറിൽ തമിഴ് പറഞ്ഞപ്പോഴായിരിക്കണം പല പ്രേക്ഷകരും അറിയുന്നത് മലയാളി അല്ല എന്നുള്ളൊരു സത്യം. ഈ രൂപശ്രീ ചേച്ചി ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾ? നല്ല സ്നേഹമാണോ? അതോ മോൾക്ക് എന്താ പറയാ? നമുക്ക് കുറെ പുതിയത് നമുക്ക് അറിയാത്തതൊക്കെ പഠിപ്പിച്ചു തരും. ஆனா அவகிட்ட கத்துக்கிட்டது நான் நிறைய பார்க்கதான் குட்டி. வெரி வெரி பிரில்லியன்ட் ഗേൾ. പിന്നെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങൾ പറഞ്ഞാലൊക്കെ ചെയ്യും. നിങ്ങളുടെ കൂടെ കളിക്കൂ? കളിക്കും. ശിവാനി ചേച്ചി എന്തൊക്കെയാണ് കുക്കിങ്ങിനെ പറ്റി പറഞ്ഞു തന്നത്? കുക്കിങ്ങിനെ എങ്ങനെ അത് ഡെക്കറേറ്റ് ചെയ്യാം, എത്ര നീറ്റായിട്ട് സെർവ് ചെയ്യാം, പിന്നെ കൈപ്പൊള്ളാതെ നോക്കാനൊക്കെ പഠിപ്പിച്ചു. കൈപ്പുള്ളത് നോക്കാനോ? കൈപ്പൊള്ളാതെ. ഞാൻ കയ്പ് എന്നാ കേട്ടത്. ശിവാനി പൊതുവെ സെറ്റിലുള്ള ഒരു അഭിപ്രായം ശിവാനി ഒരു കുട്ടി കുറുമ്പിയാണെന്നാണ് പറയുന്നത്. എന്താണ്? ആ പറഞ്ഞ ആൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. എന്താണ് വെച്ചിട്ടുള്ളത്? അത് ഞാൻ അവിടെ സെറ്റിന് പുറത്ത് ചെന്നിട്ട് പറഞ്ഞു തരാം.
പിന്നില് സ്റ്റേജിന്റെ പിന്നില് എന്താ ചെയ്യാ? அது மட்டும் இல்ல, அவ பேசும்போது பிரேமி நோட் பண்ணிருக்கியாமா, அவ பேசும்போது ஒரு பெரிய மனுஷி போல அப்படியா அல்ல സംസാരം அவள ஒரு விஷயம் கன்வே அவன்கிட்ட சொல்லும் போது கூட அவனுக்கு ஆദ്യം நான் மரியாதை படிப்பிக்கணும். ஒரு பெரிய ஒரு லேடி சொன்ன ஆദ്യം அவனுக்கு மரியாதை படிப்பிக்கணும். ஒரு அவ்வளோ ஒரு பெரிய மெச்சூர் லேடி போல தான் സംസാരിക്കണം. நான் ஃபர்ஸ்ட் பார்த்து பயங்கர ஷாக்காയി. ഭയങ്കര ബ്രില്യൻറ്റ്. ഞാൻ ആദിത്യ കാട്ടുകാരൻ. എൻ്റെ മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മാജിക് ബാഗാണ്. ഇറ്റ്സ് എംപ്റ്റി. ഇതിലൊന്നുമില്ല. ഈ മാജിക് ബാഗ് മുതിർന്നവർക്കും ന്യൂ ജനറേഷനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത് സിഗരറ്റ്സ് ആണ്. ടൊബാക്കോ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നമ്മളെല്ലാവരും പല ജാതി, മതം, ഭാഷ, ഈ 3 ടവൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് പല ജാതി, മതം, ഭാഷ. ഇനി ഞാൻ ഓരോരോ ടവലായി ഇതിലേക്ക് ഇടാൻ പോകുകയാണ്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കണം. മനുഷ്യൻ എന്ന ഒറ്റ ജാതി. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചീസ് ബോൾസ് വിത്ത് സ്ട്രോബെറി ജാമാണ്. എടാ, ചീസ് എന്ന് വെച്ചാൽ വെണ്ണയാ. ഇങ്ങോട്ട് മറക്കേ.
ചീസ് എടുത്ത് ഉരുളയാക്കണം, എന്നിട്ട് അതിന്റെ മണ്ടയ്ക്ക് ജാം ഒഴിക്കണം, എന്നിട്ട് അതിനകത്ത് വറക്കണം. പോലെ ഇരിക്കണത് കണ്ട് എന്താ എടാ ചീസ് എന്ന് വെച്ചാൽ വെണ്ണയാ. എന്തുവാടോ പക്ഷെ ഞാൻ ചെയ്തോട്ടെ പ്ലീസ്. നിന്റെ കയ്യിലാവൂടാ. കയ്യിലായെങ്കിൽ മതി നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നിന്റെ പേരെന്താണെന്ന് അറിയോ? ആ ഞാൻ പറയാം. ഫ്രൈഡ് ചിക്കൻ. അയ്യോ ഫ്രൈഡ് ചിക്കൻ. അയ്യോ ഞാൻ പറയാം. ഫ്രൈഡ് ചീസ് ബോൾസ് വിത്ത് സ്ട്രോബെറി ജാം. ഇതിന്റെ പേരാ? അതെ, അതിന്റെ പേര് ചീസ്. നന്നായിട്ട് പൊട്ടിക്കണം. കഴിഞ്ഞ പ്രാവശ്യമല്ലോ പറഞ്ഞ മൊത്തനും വീഴട്ടോ. വീണാ ഞാൻ നിനക്കൊരു വീട്ടിൽ ചെല്ലുമ്പോ നല്ലൊരു തരും. വീട്ടാരെങ്കിലും പൊട്ടിക്കോ? മതി മതി. ഉപകാരമുണ്ടോ? അതുമില്ല. ഇയാൾക്ക് എന്നാ ഡയലോഗ് അടിക്കാൻ സമയം? ചീസിനോട് ഭയങ്കര താല്പര്യം. ഞാനായിട്ടാ ചീസ് കെട്ടിയുന്നേ, അല്ല ചീസ് മുക്കുന്നേ. ഞാൻ അത് സമ്മതിച്ചല്ലോ, എന്നെ കൂടെ ഇനി ചെയ്യല്ലോ. രണ്ടാമത്തെ മുട്ടി ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞങ്ങൾ തോക്കുന്നു തോന്നുന്നു. ഇതെന്താ ചിക്കൻ ഉണ്ടാക്കും പോലെ? പിന്നെ ചിക്കൻ ഒന്നല്ല. അല്ല ഞാൻ ഇച്ചിരി ഇട്ടോട്ടെ. നമുക്കിടാൻ പറ്റൂല. എനിക്കിടാൻ പ്രായമായിട്ടില്ലേ? പിന്നെ ഞാൻ കുക്ക് ചെയ്യണേ. ഇന്നത്തെ വീട്ടിൽ എല്ലാവർക്കും ട്രൈ ചെയ്യുന്ന ഡിഷാ. പ്രത്യേകിച്ച് അമ്മമാർക്ക് വേണമെങ്കിൽ ഈ സൈഡ് പിള്ളേർ സ്കൂളിൽ വിട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല ഡിഷാണ്. ഹായ് ഇബി, ഇത് തിന്നോട്ടെ. വേണ്ട, പ്ലേറ്റിലാക്ക്. എന്തൊരു നേരായി കരിച്ചളയൊന്നും തോന്നണി. നീ കാണത്തില്ലേ ബജിയൊക്കെ എടുക്കുന്നേ? ഒന്നവരുടെ അടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഇടും. ഇല്ലെങ്കിൽ എണ്ണ മനുഷ്യന്റെ ദേഹത്ത് ഇറക്കും. വേഗം ഒന്ന് സ്പീഡിൽ എടുക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബട്ടർ. നിനക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. നീ കൊച്ചു കുട്ടിയാണ്. കൊച്ചു കുട്ടി.
എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, എൻ്റെ പാചകം എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഇങ്ങനെ തൊഴുത് നിൽക്കും. നീ ചെയ്തത് മതി, നീ മൊത്തം കോളാക്കും. സോറി. ഇവിടെയും കൂടി ഫ്രൈഡ് ചീസ് ബോൾസ് വിത്ത് സ്ട്രോബെറി ജാം ഞങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഹേയ്, ഇന്നത്തെ കുട്ടിപ്പാചകത്തിലെ വിജയികൾ ആരാണെന്നറിയണ്ടേ? ഫ്രൈഡ് ചീസ് ബോൾ വിത്ത് സ്ട്രോബെറി ജാം ഏറ്റവും നന്നായി ഉണ്ടാക്കിയിരിക്കുന്നത് അൽസാബിത്തും ആൻഡോയുമാണ്. കുട്ടിക്കലവറയിൽ വീണ്ടും ബ്രേക്ക് ടൈം. ആദിത്യയുടെ നേതൃത്വത്തിൽ ഒരു മാജിക് നടക്കുകയാണ്. കാർഡ്സ് വെച്ചിട്ടുള്ള മാജിക് ആണ്. നിങ്ങൾ എടുക്കുന്ന സെയിം കാർഡ് ഞാൻ എടുത്തു കാണിക്കാമെന്നതായിരുന്നു ആദിത്യയുടെ വെല്ലുവിളി. നിനക്ക് ചെക്ക് ചെയ്യാൻ ഡിഫറെന്റ് കാർഡ്സ് അല്ലേ? ഒരു ഇതുമില്ല, നല്ല കാർഡാ എല്ലാം. ഓക്കെ, ഇനി ഞാനിങ്ങനെ ചേഞ്ച് ചെയ്ത് പോകുമ്പോ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് പറഞ്ഞിട്ട് അവിടുത്തെ കാർഡ് എടുക്കാം. അവിടുത്തെ കാർഡ് എടുത്തോളൂ. അവിടെ കിട്ടാം, അവിടെ കിട്ടാം. അറിയാം, എനിക്കറിയാം. ആ കാർഡ് പറഞ്ഞാൽ അത് എടുത്തന്നു. പറഞ്ഞാ മതി, ഇവിടെ പറഞ്ഞു തന്നെ എടുത്തുന്നല്ലോ. രണ്ട് വേണം, ആദ്യം പറയാൻ പിന്നെ എടുക്കാം. ഓക്കെ, 8 of hearts. ഫ്ലോറിൽ മാജിക് നടത്തി വിജയിച്ചതിന്റെ ചെറിയൊരു ആത്മവിശ്വാസം ആദിത്യക്കുണ്ടായിരുന്നു. മാജിക് കാണിച്ച് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ആദിത്യയെ കണ്ടപ്പോൾ റോണറ്റിന് സഹിച്ചില്ല. എന്നാൽ ഞാനും കാണിക്കാം മാജിക് എന്ന് പറഞ്ഞ് റോണറ്റ് കാർഡ്സ് വാങ്ങി. പക്ഷെ റോണറ്റിന്റെ പണിപാളി. മാജിക് 8 നിലയിൽ പൊട്ടി. കൂടുതൽ കുസൃതികളും കുറുമ്പുകളുമായി നമ്മുടെ കുട്ടിത്താരങ്ങൾ നാളെയും എത്തുന്നതാണ്.